ഹലോ, അപ്പോൾ നമുക്ക് ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ കാണാം കേട്ടോ. അപ്പോൾ തലേന്ന് ഞാൻ അരി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് നീർദോശയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതാ അരിയിലോട്ട് ഇച്ചിരി ഉപ്പും വെള്ളമൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചോറ് രാവിലെ തന്നെ കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെക്കാറുള്ളൂ, ഇച്ചിരി ചോറേ വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ നീർദോശ ഉണ്ടാക്കൽ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ പുറത്ത് പോയി അതൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി ഇനി ഇതിലോട്ട് തേങ്ങ ഒന്ന് ചിരകി ഇടുന്നുണ്ട്. പിന്നെ തലേന്ന് മീൻ കറി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. നല്ല കുഞ്ഞമ്മത്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാക്കി വെച്ചു. അപ്പോൾ ഇന്ന് നീർദോശയും മീൻ കറിയാണ്. അപ്പോൾ ചോറൊക്കെ വിസിലടിച്ചു. അപ്പോൾ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നീർദോശ തയ്യാറാക്കാം. അപ്പം ഇത് നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നല്ല നീർദോശയും മീൻ കറിയാണ് രാവിലത്തേത്. പിന്നെ ചേന ഉണ്ടായിരുന്നു. അപ്പോൾ ചേനയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചോറൊക്കെ ചേന ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് കരുതി. ഇവിടെ നമ്മൾ അധികം ഫ്രൈ ചെയ്തിട്ടാട്ടോ കഴിക്കാറ്. മേക്ക് പറ്റി വെക്കുന്നതിനെക്കാട്ടി ഇഷ്ടം എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുത്താൽ ചോറയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു 1-2 കൂട്ടാൻ മതി. പിന്നെ അതുപോലെ തലേന്ന് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്തു. ഇനി ചേന ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് കുറച്ച് നേരം അടിച്ച് വെച്ചിട്ട് വേണം ഇതാവാൻ, അല്ലെങ്കിൽ വേവൂല കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചേന ഫ്രൈ ഉണ്ട്. പിന്നെ കുറച്ച് മത്തി ഞാൻ മസാല പരട്ടി ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, കുഞ്ഞമത്തിയും പിന്നെ ചെറിയ വേറെ മീനുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ല കറിവേപ്പിലൊക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് നല്ല അച്ചാറും കൂട്ടി ചോറ് കഴിച്ചു കേട്ടോ.